ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ കേസരി ട്രസ്റ്റ് ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ മീറ്റ് ദ പ്രസ് വളരെ അഭിമാനത്തോടെ പണ്ടൊക്കെ നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തും അദ്ദേഹം അങ്ങനെ വരാറില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിമാർ ജില്ലകളിൽ ചെല്ലുമ്പോഴും പത്രപ്രവർത്തകർ വിളിക്കും, മീറ്റ് ദ പ്രസ്, ക്ഷണിക്കുകയാ, വന്ന് ഞങ്ങളോട് സംസാരിക്കണം. അല്ലാതെ മുഖ്യമന്ത്രി വിളിക്കുന്ന പത്രസമ്മേളനമല്ല. പ്രസ് ക്ലബ്ബുകാർ അങ്ങോട്ട് ക്ഷണിക്കും, വന്നൊന്ന് സംസാരിക്കണമെന്ന്. അതിനുപോലും വഴങ്ങാത്ത ഒരാളാ. പറഞ്ഞല്ലോ, മന്ത്രിസഭാ ബ്രീഫിംഗിന്റെ കാര്യം അത് ചെയ്യാത്ത ആളാ. പക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു സൗകര്യം പിടികിട്ടിയത് ഈ പ്രളയത്തിന്റെയും കോവിഡിന്റെയും കാലത്താ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കോ മറ്റോ പത്രലേഖകരെ മുഴുവൻ വിളിച്ചിട്ട് 1.5 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. ഇതൊരു നല്ല PR വർക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അത്തരത്തിലുള്ള സവിശേഷ സാഹചര്യങ്ങളിൽ അദ്ദേഹം പത്രപ്രവർത്തകരെ വിളിക്കും, സംസാരിക്കും. പക്ഷേ സാധാരണഗതിയിൽ പത്രസമ്മേളനവും ഇല്ല, ഒന്നുമില്ല. അത്തരത്തിലുള്ള ഒരാളാണ്. ഇപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. സംഗതി ശരിയാ. ഇപ്പൊ ഞങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നവുമായിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബരിമല സ്വർണ്ണക്കവർച്ച അതൊരു ഒഴിയാബാധ പോലെ കൂടിയിരിക്കുക. എല്ലായിടത്തും ഇതാ ചോദിക്കുന്നത്. ഏതെങ്കിലും വീടുകളിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ആളുകളല്ലേ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചെന്നാ ചോദിക്കുക. ഇതിനെന്തോ മറുപടി പറയാ? മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല പല ചോദ്യങ്ങള്, സ്വർണ്ണ കവർച്ചയടക്കം രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നു.